നമസ്കാരം. ഇറാനിൽ നിന്നും 2 ടാങ്കറുകൾ ഇന്ത്യയിലേക്ക്. ഇന്ത്യക്ക് ഇറാന്റെ VIP പരിഗണന. ലോകം മുൾമുനയിൽ നിൽക്കുന്ന പശ്ചിമേഷ്യയിലെ യുദ്ധമുഖത്ത് നിന്നും ഇന്ത്യക്ക് ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ അമേരിക്കയും ഇറാനും നേർക്കുനേര് പോരാടുമ്പോൾ ലോകത്തിന്റെ ശ്വാസം മുട്ടിക്കുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകി ഇറാൻ മുന്നോട്ട് പോകുന്നു. ഉപരോധങ്ങളും മിസൈൽ ആക്രമണങ്ങളും വഴി ഹോർമുസ് ഏതാണ്ട് നിശ്ചലമായ അവസ്ഥയിലും ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കറുകൾക്ക് സുരക്ഷിത പാതയൊരുക്കിയ ഇറാന്റെ നടപടി എന്ന് പറയപ്പെടുന്നത് ആഗോള നയതന്ത്ര രംഗത്ത് വലിയ ചർച്ചയാവുകയാണ്. ഇന്ത്യയിലേക്കുള്ള 2 ദ്രവീകൃത പെട്രോളിയം ടാങ്കറുകളെ ഹോർമുസ് കടലിലേക്ക് കടക്കാൻ ഇറാൻ അനുവദിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കപ്പലുകൾക്ക് അടുത്ത 2-3 മണിക്കൂറിനുള്ളിൽ നിർണായകമായിട്ടുള്ള ഈ സമുദ്രപാത വഴി സുരക്ഷിതമായിട്ട് സഞ്ചരിക്കുവാൻ അനുമതി ലഭിക്കുമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ അടക്കം സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഒന്നും ഇല്ലാതെ ആദ്യ കപ്പൽ കടലിടുക്ക് പിന്നിട്ടതെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഉടൻ തന്നെ മറ്റൊരു ടാങ്കർ കൂടി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. മേഖലയിൽ യുദ്ധം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ പ്രതിനിധിയുടെ ഈ പരാമർശം പുറത്തു വന്നതും പേർഷ്യൻ ഉൾക്കടലിനെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരുന്നതും. നേരത്തെ ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യക്ക് സുരക്ഷിതമായിട്ട് സഞ്ചരിക്കുവാൻ കഴിയുമോ എന്ന് നേരിട്ട് ചോദിച്ചപ്പോൾ അനുകൂലമായ സംഭവ വികാസങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് അന്ന് ഇറാൻ അംബാസഡർ സൂചിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും പോകാം, ഭാവിയിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും, അടുത്ത 2-3 മണിക്കൂറിനുള്ളിൽ അത് സംഭവിക്കുമെന്നാണ് അന്ന് ആ അംബാസഡർ പറഞ്ഞത്. ഇന്ത്യ ഇറാന്റെ പ്രധാന പങ്കാളിയാണ് എന്നും മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കും ഒരേ താല്പര്യങ്ങളാണ് ഉള്ളതെന്നും അന്ന് ഫത്താലി അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ജനങ്ങളുടെ ദുരിതം ഞങ്ങളുടേത് കൂടിയാണ് എന്നും തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യ ഞങ്ങളെ സഹായിക്കുന്നുവെന്നും ഞങ്ങൾ തിരിച്ച് ഇന്ത്യയും സഹായിക്കണമെന്നും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ താല്പര്യങ്ങളും ഭാവിയിൽ ഒന്നാണ് എന്നുള്ള തരത്തിൽ അവർ പറഞ്ഞത്. ന്യൂഡൽഹിയും ടെഹ്റാനും തമ്മിലുള്ള വിശാലമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അംബാസഡർ വളരെ കൃത്യമായി സംസാരിക്കുകയും ചെയ്തു. സൗഹൃദത്തിലും സഹകരണത്തിലും കെട്ടിപ്പടുത്തതാണ് ഈ ബന്ധമെന്ന് അവർ പറഞ്ഞു. ഇന്ത്യയും ഇറാനും സുഹൃത്തുക്കളാണ് എന്ന് വിശ്വസിക്കുന്നു എന്നും നമുക്ക് പൊതുവായ താല്പര്യങ്ങളും പൊതുവായ വിശ്വാസവും ഉണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. പ്രയാസകരമായിട്ടുള്ള ഘട്ടങ്ങളിൽ ഇറാനെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യ വഹിച്ച പങ്കിനെക്കുറിച്ചും ഫത്താലി പരാമർശിച്ചു. ഇന്ത്യയിലെ അംബാസിഡർ എന്ന നിലയിൽ തനിക്ക് പറയുവാനുള്ളത് യുദ്ധാനന്തരമുള്ള ഈ സാഹചര്യത്തിൽ ഭാരത സർക്കാർ വിവിധ മേഖലകളിൽ തങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ പ്രതിനിധി ഇന്ത്യയുടെ പ്രകൃതിവാതകം ആവശ്യത്തിന്റെ 50% അന്താരാഷ്ട്ര വിപണിയിൽ നിന്നാണ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ 20% ഖത്തറിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഖത്തറിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക കയറ്റുമതി കമ്പനിയായിട്ടുള്ള ഖത്തർ എനർജി ഉൽപാദനം നിർത്തിവെച്ചു. ഇത് ഏഷ്യൻ മേഖലകളിലേക്കുള്ള പ്രകൃതിവാതക വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വർദ്ധിച്ചു വരുന്ന ഈ വെല്ലുവിളി നേരിടുന്നതിനായിട്ട് രാജ്യത്തെ വിവിധ മേഖലകളിലെ പ്രകൃതിവാതക വിതരണവും ഉപയോഗവും നിയന്ത്രിക്കുന്നതിന് ഇന്ത്യ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രധാന മേഖലകളെ കേന്ദ്ര സർക്കാർ 4 മുൻഗണനാ വിഭാഗങ്ങളായി തിരിക്കുകയും ചെയ്തു. ആശങ്കയ്ക്ക് വകയില്ലാത്ത തരത്തിലുള്ള പ്രകടനമാണ് ഇപ്പോൾ ഉള്ളതെന്നും 2 ആഴ്ച മുൻപ് US ഇറാൻ യുദ്ധം ആരംഭിച്ചത് മുതൽ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ വൻകിട എണ്ണക്കപ്പലുകൾ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏകദേശം 50 കിലോമീറ്റർ മാത്രം വീതിയുള്ളതും 60 മീറ്ററിൽ താഴെ മാത്രം ആഴമുള്ളതുമായിട്ടുള്ള ഈ പ്രദേശം സൈനികമായിട്ട് സീൽ ചെയ്യാൻ എളുപ്പമുള്ള ഒരിടമാണ്. എന്നാൽ ഇന്ത്യയുടെ ഊർജ്ജ സാഹചര്യം സുരക്ഷിതമാണ് എന്ന ചിത്രമാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. അതായത് ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ 70%-ലധികവും ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന് പുറത്തുള്ള പാതകളിലൂടെയാണ് നടക്കുന്നത്. ക്രൂഡ് ഓയിൽ ലഭ്യത നിലവിൽ സാധാരണ നിലയിലാണ് എന്ന് ഇന്ത്യ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ റിഫൈനർ രാജ്യം, അതായത് ശുദ്ധീകരണ ശേഷിയുള്ള രാജ്യം എന്നുള്ളത് ഇന്ത്യയാണ് എന്നും ഈ വസ്തുതയാണ് സർക്കാരിന്റെ പ്രധാന ആശ്വാസമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഇത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നു എന്നാണ് ഇന്ത്യ പറയുന്നത്. രാജ്യത്തെ LPG ഉൽപാദനം 28% വർദ്ധിപ്പിച്ചിരിക്കുന്നു. യുദ്ധഭീതിയെ തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തരായി വൻതോതിൽ സിലിണ്ടറുകൾ ബുക്ക് ചെയ്തതോടുകൂടി ബുക്കിങ്ങിൽ വലിയ ഉണ്ടായതായിട്ടാണ് കരുതപ്പെടുന്നത്. നിലവിൽ LPG പ്രതിസന്ധി ഇല്ല എന്നും അതിനാൽ തന്നെ പരിഭ്രാന്തരായി സിലിണ്ടറുകൾ വാരിക്കൂട്ടരുത് എന്നൊക്കെ അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുമ്പോഴും ഒരു കാര്യം, അതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറയപ്പെടുന്നത് പൊതുജനങ്ങൾ തെരുവിലാണ് പ്രധാനമന്ത്രി. കാരണം അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റിയ നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. LPG പ്രതിസന്ധി ഇല്ല എന്ന് പറയുമ്പോഴും
LPG ഭീകരമായ പ്രതിസന്ധിയിലാണ് എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കുക. ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി US ഇസ്രായേൽ സംയുക്ത സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടുകൂടിയാണ് മിഡിൽ ഈസ്റ്റിലെ യുദ്ധം വളരെ രൂക്ഷമായത്. ഇതിന് തിരിച്ചടിയായിട്ട് ഗൾഫ് രാജ്യങ്ങളിലെയും ഇസ്രായേലിലെയും അമേരിക്കൻ ഇസ്രായേൽ കേന്ദ്രങ്ങളെയൊക്കെ ഇറാൻ ലക്ഷ്യമിട്ട് ആയുധങ്ങൾ തൊടുത്തുവിട്ടു, മിസൈലുകൾ ഇറക്കിവിട്ടു. ഇത് സമുദ്രപാതയിലെ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനും ഒപ്പം തന്നെ അന്താരാഷ്ട്ര ഊർജ്ജ വിപണികളെയും ഒക്കെ ആഗോള സാമ്പത്തിക സ്ഥിരതയും ഒക്കെ ബാധിക്കുന്നതിനുമൊക്കെ കാരണമായി തീർന്നു. ആ കാരണം തന്നെയാണ് പല രാജ്യങ്ങളിലും LPG അടക്കമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള പ്രതിസന്ധിക്ക് കാരണമായത്. ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യക്ക് മാത്രം VIP പരിഗണന കിട്ടുമ്പോൾ 2 ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ. അതിന് സുരക്ഷിത പാതയൊരുക്കി നൽകിയിരിക്കുന്നത് ആരാണ്? ഇറാനാണ്. സത്യത്തിൽ യുദ്ധമുഖത്ത് മോദി നേടിയ വലിയ നയതന്ത്ര വിജയമാണ് എന്നതെന്ന് പറയുമ്പോഴും നമ്മൾ നയതന്ത്രത്തിൽ വിജയിച്ചിരിക്കാം, പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ, പൊതുജന സമൂഹം, ഹോട്ടലുകാർ അടക്കമുള്ളവർ പൊതുനിരത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട LPG അത് ലഭിക്കേണ്ടതല്ലേ? അത് കിട്ടേണ്ടതാണ്. ഇറാനിൽ നിന്നും അങ്ങനെ 2 ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള ആശ്വാസത്തിലാണ് ഇന്ത്യക്കാർ. ഇനിയെങ്കിലും യുദ്ധം അവസാനിക്കും വരെ കാത്തിരിക്കാതെ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്.